നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്ക്രാച്ചുകൾ, അതായത് നമ്മുടെ വാഹനത്തിൽ പല ടൈപ്പ് സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വാഹനം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് പോയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് സ്നേഹത്തോടെയൊക്കെ തരുന്ന കുറച്ച് പാടുകൾ കാണും. അതല്ല, ഇനി നമ്മൾ വാഹനം കൊണ്ട് നടക്കുന്ന സമയത്ത് ചിലയിടത്ത് കൊണ്ട് സ്ക്രാച്ച് ആകുന്ന സമയത്ത് വരുന്ന പാടുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന പോർഷൻസ് അല്ലെങ്കിൽ ഇന്ന സ്ക്രാച്ച് പോകും, അല്ലെങ്കിൽ ചില സ്ക്രാച്ചുകൾ പോകത്തില്ല, അതിന് പെയിൻറ്റ് ചെയ്യണം, ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിക്ക് നമുക്ക് ഏതായാലും ഒന്ന് പറഞ്ഞുതരാം. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം. കാരണം വാഹനം പാർക്കേജും പോയപ്പോൾ എനിക്ക് കിട്ടിയ 2-3 പണികളുടെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഇവിടെ എത്ര പേർക്ക് വൃത്തിയായിട്ട് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തതാണ്. എന്നാലും വേണ്ട, ഇവിടെ ഒരു പാട്. അത് കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം കൂടെ കാണിച്ചു തന്നേക്കാം. വേണ്ടേ, ഇവിടുന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു പോർഷൻ അതിപ്പോൾ എത്ര പേര് ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല. ഞാനൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ബൈക്കിൻ്റെ എന്തോ ഹാൻഡിൽ കൊണ്ടതാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് 100% ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റി ഇങ്ങനെ പൊങ്ങി നിന്നപ്പോൾ അതിലേ സ്ക്രാച്ച് വന്നു. അപ്പം ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. അതായത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന പാടെങ്ങനെയാണ്. ഇപ്പം ആദ്യം തന്നെ ഈ ഒരു ലൈൻ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകുമെന്ന് തോന്നുന്നു. നമ്മുടെ ഈ കൈയുടെ നഖമില്ലേ, ഈ ഒരു നഖം ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു പോറലിലോട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കുക. അല്ലെങ്കിൽ നഖം ഉള്ളതുപോലെ ഇത് കണ്ടോ, ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ നഖം ഈ ലൈനില്ലേ, ഈ ലൈനകത്തോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒരു കാരണവശാലും പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. കാരണം അവിടെ ക്ലിയർ കോട്ട് മാത്രമല്ല കട്ടായിരിക്കുന്നത്, പെയിൻറ്റും കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ ഈ ഒരു ഭാഗത്തെ രീതി, അതായത് ഇവിടെ ഈ ഒരു പോർഷൻ അത്യാവശ്യം ഒന്നുകൂടെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊക്കോളും. എന്നാലും ചെറിയൊരു ഇത് കണ്ടോ, നഖം വയ്ക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ഇവിടെ കണ്ടോണം, പെയിൻറ്റ് പോയിട്ടുണ്ട്. നഖം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതായത് നമുക്കിങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഇതുപോലൊരു പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം. അങ്ങനെയാണെങ്കിൽ നഖമോ കാര്യങ്ങളൊന്നും ഇറങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. അതെ, ഇപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ പാടുകൾ, ചെറിയ ഈ ലൈൻസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്യാമറയിൽ വ്യക്തമാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താണ് ഇവിടെ തന്നെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൻ്റെ മേളിലൊക്കെ ഉള്ളത് ഈ ചെറിയ പാടുകൾ കണ്ടോ, ഇതൊക്കെ ഷുവറായിട്ടും പോകുന്നതാണ്. കാരണം നഖം ഇറങ്ങുന്നില്ല, ജസ്റ്റ് ബോഡിയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെയാണ് ഇവിടെയുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വാക്സ് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാടുകളെല്ലാം പോകുന്നതായിരിക്കും. പക്ഷേ നഖം ഇറങ്ങുന്ന പാടുകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് വെറുതെ കാശ് പോകും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അതേ സ്ഥാനത്ത് പോളിഷ് ചെയ്യുന്നതിന് പകരം ആ ഒരു പോർഷൻ പെയിൻറ്റ് ചെയ്യാൻ നോക്കുക. പെയിൻറ്റ് ചെയ്യാൻ വേണ്ട ഒരു ചെറിയ കോർണേഴ്സ് ഒക്കെ ആണെങ്കിൽ റേറ്റ് കുറവുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി കയറ്റുന്ന സമയത്ത് ഉറപ്പായിട്ട് അത് ക്ലെയിം ചെയ്ത് ക്ലിയർ ആക്കി വിടുക. ഇത് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങളത് നോക്കി യുക്തിപരമായി, അതായത് നഷ്ടമില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും അതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം.